ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ പ്രോസസ് ഷെഡ്യൂളിംഗ് എന്താണെന്ന് നോക്കാം. ഓക്കെ, പ്രോസസ് ഷെഡ്യൂളിംഗ് നമുക്ക് മൊഡ്യൂൾ 2ൽ സെക്കൻഡ് പാർട്ടാണ് ഈ പ്രോസസ് ഷെഡ്യൂളിംഗിൽ വരുന്നത്. അപ്പം അതിൽ പഠിക്കാനുള്ളത് പ്രോസസ് ഷെഡ്യൂളിംഗ്, ദെൻ ബേസിക് കൺസെപ്റ്റ്സ്, ദെൻ ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയ, ദെൻ വേരിയസ് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് സച്ച് ആസ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ആൻഡ് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ്. ഓക്കെ, ആദ്യം നമുക്ക് നോക്കാം എന്താണ് പ്രോസസ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. പ്രോസസ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് ഓക്കെ, അപ്പം ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഒരു പ്രോസസ്സിന് CPU-നെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക, മീൻസ് അലോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കറിയാം വേരിയസ് ടൈപ്സ് ഓഫ് പ്രോസസ്സസ് ആർ അവൈലബിൾ ഇൻ അവർ സിസ്റ്റം. അതിൽ ഏത് പ്രോസസ്സറിന് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കും, ആ ഒരു ഡിറ്റർമിനേഷനാണ്, അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്, അല്ലേ? സോ വാട്ട് ഈസ് CPU ഷെഡ്യൂളിംഗ്? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് വിച്ച് പ്രോസസ് വിൽ ഓൺ CPU ഫോർ എക്സിക്യൂഷൻ വൈൽ അനദർ പ്രോസസ് ഇസ് ഓൺ ഹോൾഡ്. ഒരു പ്രോസസ്സ് ഒരു CPU-ക്കകത്ത്, അപ്പോൾ നമുക്ക് സപ്പോസ് വി ഹാവ് പ്രോസസ് P1, P2 and P3 need CPU for its execution. CPU ആക്ച്വലി വേറൊരു പ്രോസസ് ആയ P4-നെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ P4 is executing in CPU. So P1, P2 needs to wait for the CPU, right? അപ്പം ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് CPU ഷെഡ്യൂളിംഗ്. ഏത് പ്രോസസ്സിന് CPU-നെ അലോട്ട് ചെയ്തിട്ട് ഏത് പ്രോസസ്സാണ് CPU-നെ അലോട്ട് ചെയ്ത് അത് ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? CPU ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും മെയിൻ ടാസ്ക് ഓഫ് ദ CPU ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ whenever the CPU remains idle, the OS at least select one of the processes available in the ready queue for execution. ready queue എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. ജോബ് ക്യൂവിലിരിക്കുന്ന പ്രോസസ്സിനെ റെഡി ഫോർ എക്സിക്യൂഷൻ ആണെങ്കിൽ അത് ഏത് ക്യൂവിലോട്ട് വരും? യെസ്, റെഡി ക്യൂവിലോട്ട് വരും. റെഡി ക്യൂവിലിരിക്കുന്ന പ്രോസസ്സ് എല്ലാം എന്താണ്? റെഡി ഫോർ എക്സിക്യൂഷൻ ആണ്. ഓക്കെ, അപ്പം OS എന്ത് ചെയ്യും? നമ്മൾ ഒരിക്കലും CPU-നെ ഐഡിയലായിട്ടിരിക്കാൻ സമ്മതിക്കത്തില്ല. എപ്പോഴും CPU-നെ ബിസി ആക്കി വെക്കുക. അതുകൊണ്ട് ബിസി ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് റെഡി ക്യൂവിലിരിക്കുന്ന പ്രോസസ്സിനെ ആർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കും? CPU-ന് അലോട്ട് ചെയ്ത് കൊടുക്കും, for making the CPU always busy. So then ആ ഒരു സെലക്ഷൻ ഏത് പ്രോസസ്സാണ്? അപ്പം ഏത് പ്രോസസ്സാണ് ഇപ്പോൾ CPU ഫ്രീ അല്ല, ഇപ്പോൾ CPU എന്താണ്? P4 എന്ന പ്രോസസ്സ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സപ്പോസ് ഇവിടെ CPU ഫ്രീ ആയെങ്കിൽ ഇതിലേതെങ്കിലും ഒരു പ്രോസസ്സിന് എന്ത് ചെയ്യണം? CPU-ന് കൊടുക്കണം. അങ്ങനെ അതിൻ്റെ സെലക്ഷൻ ഏത് പ്രോസസ്സിനാണ് CPU-നെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്, ആ ഒരു പ്രോസസ്സ്, ആ സെലക്ഷൻ പ്രോസസ്സ് നടത്തുന്ന ആരാണ്? CPU ഷെഡ്യൂളർ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ടീച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്ക് പഠിപ്പിക്കുന്നു, ടീച്ചർ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന വ്യക്തി. അതേപോലെ ഷെഡ്യൂളിംഗ് എന്ന പ്രോസസ്സ് എന്താണ് ചെയ്യുന്നത്? ഷെഡ്യൂളിംഗ് എന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ CPU-ന് നമ്മളൊരു പ്രോസസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കും. ആ ജോലി ആരാ ചെയ്യുന്നത്? ഷെഡ്യൂളർ. ഓക്കെ, സോ ഇറ്റ് സെലക്ട്സ് വൺ ഓഫ് ദ പ്രോസസ്സസ് ഇൻ മെമ്മറി ദാറ്റ് ആർ റെഡി ഫോർ എക്സിക്യൂഷൻ. അതായത് നമ്മൾ മെയിൻ മെമ്മറിയിൽ, റെഡി ക്യൂ എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ മെയിൻ മെമ്മറി. അപ്പോൾ മെയിൻ മെമ്മറിയിൽ ഇരിക്കുന്ന പ്രോസസ്സിനെ റെഡിയായിട്ടിരിക്കുന്ന പ്രോസസ്സിനെ എവിടെയോട്ട് കൊടുക്കും? CPU-ന് കൊടുക്കും ഫോർ എക്സിക്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ CPU ഷെഡ്യൂളർ 3 ടൈപ്സ് ഓഫ് ഷെഡ്യൂളേഴ്സ് ഉണ്ടെന്ന് പഠിച്ചു. ജോബ് ഷെഡ്യൂളർ എന്താണ്, അല്ലേ? അതായത് 3 ടൈപ്സ് ഓഫ് ഷെഡ്യൂളേഴ്സ് ഉണ്ടെന്ന് പഠിച്ചു. ലോങ് ടേം ഷെഡ്യൂളർ ഓർ ജോബ് ഷെഡ്യൂളർ, ദെൻ ഷോർട്ട് ടേം ഷെഡ്യൂളർ ഓർ CPU ഷെഡ്യൂളർ, ദെൻ മീഡിയം ടേം ഷെഡ്യൂളർ. ഇതൊക്കെ നമ്മൾ പഠിച്ചു. അതിൽ ഷോർട്ട് ടേം ഷെഡ്യൂളറിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? CPU ഷെഡ്യൂളർ. ഷോർട്ട് ടേം ഷെഡ്യൂളർ അല്ലെങ്കിൽ CPU ഷെഡ്യൂളറാണ് റെഡി ക്യൂവിലിരിക്കുന്ന പ്രോസസ്സിനെ ആർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുന്ന? CPU-ന് ഫോർ എക്സിക്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ CPU ഷെഡ്യൂളിംഗ് ഓരോ ഇപ്പം CPU ഫ്രീ ആയതുകൊണ്ട് ഞാനിപ്പോൾ P2-നെയാണ് CPU ഷെഡ്യൂളർ എന്ത് ചെയ്യുന്നു? P2-നെയാണ് ഇങ്ങോട്ട് കയറ്റുന്നത്.
ഓക്കെ, അപ്പോൾ സി പി യു എന്ത് ചെയ്യും, P2 എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് പ്രോസസ്സ് എന്ത് ചെയ്യും, P2 പ്രോസസ്സ് എക്സിക്യൂഷനാണ്. അപ്പോൾ ഈ P2 എക്സിക്യൂട്ട് ചെയ്ത് പുറത്ത് പോകുമ്പോൾ, ഈ P2 എക്സിക്യൂട്ട് ചെയ്ത് പുറത്ത് പോകുമ്പോൾ അടുത്ത ആര് കയറും, P1 കയറുമായിരിക്കും. ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇത് ഇങ്ങനെ നടക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത് സ്വിച്ചിങ് എമംഗ് ദ പ്രോസസ്സ്. അപ്പോൾ ഇങ്ങനെ സി പി യുവിനെ പ്രോസസ്സുകളുടെ ഇടയിൽ ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്നത് ഇറ്റ് മേക്സ് ദ കമ്പ്യൂട്ടർ മോർ പ്രൊഡക്റ്റീവ്. ഇതിനാണ് നമ്മൾ മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും മൾട്ടി പ്രോഗ്രാമിംഗ് എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് സി പി യു ഷെഡ്യൂളിംഗ് എന്ന ടെക്നിക്കാണ്. ഓക്കെ, സോ ഈ മൾട്ടി പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ടു ഹാവ് സം പ്രോസസ് ഓൾവേസ് റണ്ണിങ് ടു മാക്സിമൈസ് സി പി യൂട്ടിലൈസേഷൻ. സി പി യൂട്ടിലൈസേഷൻ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പ്രോസസ്സ് എപ്പോഴും എന്താണ് ഏതെങ്കിലും ഒരു പ്രോസസ്സ് എപ്പോഴും സി പി യുയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് നെവർ കീപ് ദ സി പി യു ഐഡിൽ, ഓൾവേസ് കീപ് ദ സി പി യു ബിസി. ദാറ്റ് ഈസ് മൾട്ടി പ്രോഗ്രാമിംഗ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്, ടു മാക്സിമൈസ് ദ സി പി യൂട്ടിലൈസേഷൻ. ദിസ് ഈസ് എ ബേസിക് കൺസെപ്റ്റ്സ്. ഓക്കെ, next term related to CPU scheduling is the CPU burst and IO burst cycle. നമുക്കറിയാം CPU burst എന്ന് പറയുമ്പോൾ ആ ഒരു പേരിൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ്, CPU എക്സിക്യൂഷൻ ടൈം. ഒരു പ്രോസസ്സിന് CPUവിൻ്റെ അകത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ടൈമിനെയാണ് CPU burst എന്ന് പറയുന്നത്. ഓക്കെ, CPU burst എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ നമുക്ക് പറയാം ഒന്നീ CPU burst എന്ന് വെച്ചാൽ CPUവിന് എക്സിക്യൂഷൻ ആ ടൈമിനെ നമ്മൾ CPU burst എന്ന് പറയാം അല്ലേ. ഒരു പ്രോസസ്സിന് ഇപ്പോൾ CPU ബേസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ ആ പ്രോസസ്സ് അങ്ങ് ഒരു സിസ്റ്റത്തിൽ നിന്ന് ലീവ് ചെയ്യും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ സപ്പോസ് ഈ മൂന്ന് പ്രോസസ്സുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി പ്രോസസ്സ് P2 ആണ് ഇവിടെ കയറിയിരിക്കുന്നത്. സോ P2 ഇപ്പോൾ കറൻ്റ്ലി റണ്ണിങ് ആണ്, ഇൻ എക്സിക്യൂഷൻ ആണ്. സോ P1 ആൻഡ് P3 എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ P2 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും, ലീവ് ചെയ്യും, സിസ്റ്റത്തിൽ നിന്ന് ലീവ് ചെയ്യും. അടുത്ത ആരൊക്കെ ഉള്ളൂ, P1ഉം P3. അപ്പോൾ ഇവിടെ ഇപ്പോൾ P2 എന്ന പ്രോസസ്സ് ഇതിൻ്റെ അകത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈം എന്താണ്, ആ ടൈമിനെയാണ് ഈ പ്രോസസ്സിൻ്റെ ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത്, CPU ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ഇനി ഇപ്പം ഈ ഒരു പ്രോസസ്സ് വേറൊരു IO ഓപ്പറേഷന് വേണ്ടി പോയിരിക്കുകയാണ്. ഓക്കെ, IO ഓപ്പറേഷന് വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ CPU എന്താണ്, അപ്പം ആ IO ഓപ്പറേഷൻ ചെയ്തു വരുന്ന ആ ഒരു ടൈം. സോ നമുക്ക് ഒന്നുകൂടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ. IO ബേസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ IO റിക്വസ്റ്റിന് വേണ്ടിയിട്ട് ആ പ്രോസസ്സ് പോകുന്നു, അതിൻ്റെ ഹാൻഡ്ലിങ്. അപ്പോൾ അത് എടുക്കുന്ന ടൈം CPUന്ന് മാറിയിട്ട് മീൻസ് CPUന്ന് അത് എവിടെ പോകും, IO ഓപ്പറേഷന് വേണ്ടി. സപ്പോസ് ഈ പ്രോസസ്സ് സപ്പോസ് നമ്മുടെ ഇവിടെ P1 എന്ന പ്രോസസ്സ്, സപ്പോസ് ഇവിടെ P2 എന്ന പ്രോസസ്സ് CPU എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ IO ഓപ്പറേഷന് വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, P2 പ്രോസസ്സ് CPUന്ന് ലീവ് ചെയ്തിട്ട് IO ഓപ്പറേഷൻ IO ഓപ്പറേഷനെ റിക്വസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ഹാൻഡ്ലിങ്. അപ്പോൾ ആ ഒരു ടൈമാണ് നമ്മൾ IO ബേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ദ സ്റ്റേറ്റ് ഓഫ് എ പ്രോസസ് അണ്ടർ ദ IO റിക്വസ്റ്റ് ആൻഡ് അതിൻ്റെ ഹാൻഡ്ലിങ്, അതിനെയാണ് IO ബേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും പ്രോസസ്സ് ഈ രണ്ട് സ്റ്റേറ്റിനുള്ളിൽ തന്നെയല്ലേ നിൽക്കുന്നത്, ഒന്നീ CPU ബേസ്റ്റ് അല്ലെങ്കിൽ IO ബേസ്റ്റ്. ഇപ്പോഴും ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് execution begins its execution with the CPU burst, then it is followed by the IO burst, which is followed by the another CPU burst, then another IO burst. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഫൈനൽ CPU burst എന്ന് പറഞ്ഞാൽ which ends with a system request to terminate execution. ഫൈനൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം റിക്വസ്റ്റ് ഈ എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്യാനുള്ളതാണ് ഏറ്റവും ഫൈനൽ റിക്വസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് പറയാം ഒരു പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് സ്റ്റേറ്റ്സിൻ്റെ ഇടയിലായിരിക്കും. ദാറ്റ് ഇസ് ഒന്ന് CPU ബേസ്റ്റും IO ബേസ്റ്റും. CPU ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് അണ്ടർ എക്സിക്യൂഷനാണ് CPU ബേസ്റ്റ്, അതായത് ഒരു പ്രോസസ്സ് CPUവിൽ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതിനാണ് CPU ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇനി പ്രോസസ്സ് ഇപ്പോൾ എന്തെങ്കിലും IO ഓപ്പറേഷന് വേണ്ടിയിട്ട് പോവുകയാണ്, അപ്പോൾ IO റിക്വസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ IO ഓപ്പറേഷന് വേണ്ടി പോവുകയാണ്, അതിൻ്റെ ഓപ്പറേഷൻ ഹാൻഡ്ലിങ് അതെല്ലാം ആ എടുക്കുന്ന ടൈമിന് നമ്മൾ എന്ത് പറയും, IO ബേസ്റ്റ് എന്ന് പറയും. പ്രോസസ്സ് എപ്പോഴും ഈ രണ്ട് സ്റ്റേറ്റിൻ്റെ ഇടയ്ക്കാണ് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആദ്യം CPU ബേസ്റ്റ് ആയിട്ട് തുടങ്ങുന്നത്, ദെൻ ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എൻ IO ബേസ്റ്റ് വിച്ച് ഈസ് ഫോളോഡ് ബൈ എൻ CPU ബേസ്റ്റ്, അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇതെപ്പം ഇപ്പോൾ ഈ ഒരു പ്രൊസീജിയർ അവസാനിക്കും,
ഫൈനൽ ഒരു സി പി യു ബേസ്റ്റ് എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത്? ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്, എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി, ആ പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി, ടെർമിനേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കും. എന്നാൽ മാത്രമേ പ്രോസസ്സ് എന്ത് ചെയ്യും? വിൽ ലീവ് ദ സിസ്റ്റം. അതുവരെ ഇയാളിങ്ങനെ ഈ 2 സ്റ്റേറ്റിൽ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒന്നീ സി പി യുവിന് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഐ ഒ ഓപ്പറേഷന് വേണ്ടിയിട്ട് ലീവ് ചെയ്യും. ഒന്നീ സി പി യുവിന് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഐ ഒ ഓപ്പറേഷന് വേണ്ടി ലീവ് ചെയ്യും. ഈ 2 സ്റ്റേറ്റിനിടയിൽ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ.